ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഡ്യൂറ്റ് വണ്ടി. കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതായത് സെൽഫ് കംപ്ലയിൻ്റ് ആയിട്ട് വന്ന വണ്ടിക്ക് വന്നതിനാണ് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ബെൻഡെക്സ് യൂണിറ്റാണ് വർക്ക് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ബെൻഡെക്സ് യൂണിറ്റ് നമ്മളിപ്പോൾ പുതിയതെടുത്ത് സെറ്റ് ചെയ്താൽ നമുക്കൊരു ഉരച്ചിൽ സൗണ്ട് വരും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഈ വന്നേക്കുന്ന ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അത് സാധാരണ ഡ്യൂറ്റ് മോഡലുകളിൽ കാണിക്കാറുണ്ട്. ഇതിപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ആ കംപ്ലയിൻറ്റ് ആരംഭം ഉണ്ട് കേട്ടോ. നിലവിൽ നമ്മളത് പഴിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയല്ല, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ശരിക്കും ഒരു കപ്പ് മോഡൽ ഐറ്റം കൂടി വന്നുണ്ട്. അപ്പോൾ ആ ഇത് വന്ന സമയത്ത് അതുമ്പോൾ ടച്ചിങ് ആവുന്നുണ്ട് ഈ വീലുമേ. കാരണം ഞാൻ അതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോഴാണ് ആ പ്രശ്നം കാണിക്കുക. ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ചെറിയൊരു കയറി ഇറങ്ങി ഈ വീലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ക്രാങ്ക് അലൈൻമെൻറ്റിൽ വേരിയേഷൻ വന്നതാണ്. അപ്പോൾ അത് നിലവിൽ പ്രശ്നമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മളിപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി നിർത്തുന്ന സമയത്തൊക്കെ ഒരു മൂളിച്ച് സൗണ്ട്, ഒരു ഒരച്ചിൽ സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നിലവിൽ കംപ്ലയിൻറ്റ് ഇതിൻ്റെയാണ്. അത് നമ്മൾ കൂടുതലായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണത്. വലിയ താമസമില്ലാണ്ട് ചിലപ്പോൾ കുറേ നാളത്തേക്ക് കിട്ടാം, കുറേ നാൾ ഇങ്ങനെ നിന്നേക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. ഇല്ലെങ്കിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിലവിൽ ഓയിൽ ലീക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സർവീസിലൊക്കെ കറക്റ്റായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ നിങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബെൻഡെക്സ് ഈ പറയുന്ന യൂണിറ്റ് മാറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. അത് ആ രീതിയിൽ തന്നെ. ഇപ്പോൾ ഈ കപ്പ് ടച്ചിങ്ങിലില്ല, അതില്ലാതിരിക്കാനായിട്ട് അത് കട്ട് ചെയ്തിട്ട് വേണം ഇപ്പോൾ കയറ്റിയിടാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ പരമാവധി ഉപയോഗിക്കുക. അതിനുശേഷം മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓയിൽ ലീക്കായിട്ടൊക്കെ വരാം. ഓയിൽ ലീക്ക് വരും, സെൽഫ് അടിക്കുമ്പോൾ സൗണ്ടിലൊക്കെ ഒരുപാട് വേരിയേഷൻ വരും. അങ്ങനെ കാണിച്ചാൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാൻ, അത് ക്രാങ്ക് അഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ഏറ്റവും ഇന്നർ ഭാഗത്ത് തന്നെ പീസാണത്. അത് ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.